ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. വളരെ നല്ലൊരു ഇൻഫോർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. 2023 യൂണിവേഴ്സിറ്റി LGSൻ്റെ പരീക്ഷ നടക്കാൻ പോവാണ് കേട്ടോ. യൂണിവേഴ്സിറ്റി LGSൻ്റെ പരീക്ഷയാണ്. ഇനി ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. അതായത് ഡിഗ്രി ഇല്ലാത്ത ആൾക്കാർക്കാണ് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതായത് ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇത് അപ്ലൈ ചെയ്യണ സമയത്ത് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഡിഗ്രി ഫെയിൽ ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. മിനിമം യോഗ്യത എന്ന് പറയുന്നത് 7th സ്റ്റാൻഡേർഡ് പാസ്സായിട്ടുണ്ടാവണം. മനസ്സിലായോ? അപ്പോൾ ഡിഗ്രി ഫെയിൽ ആയിട്ടുള്ള ആൾക്കാരും 7th സ്റ്റാൻഡേർഡ് പാസ്സായിട്ടുള്ള ആൾക്കാരും, അതായത് 7th 10th 12th ഇതൊക്കെയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി പലരുടെയും ഡൗട്ട് ഇങ്ങനെയായിരിക്കും, അതായത് ഡിപ്ലോമ ഉള്ള ആൾക്കാർക്ക് ഇത് എഴുതാൻ പറ്റുമോ എന്നുള്ള ഡൗട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഡിപ്ലോമ ഉള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇത് ഈ ഒരു എക്സാമിന് അപ്പിയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ITI ITC ഉള്ള ആൾക്കാർക്കൊക്കെ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ 2023 ഡിഗ്രി ഇല്ലാത്ത ആൾക്കാർക്ക് ഒരു ഗോൾഡൻ ചാൻസ് കിട്ടുകയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും കോമ്പറ്റീറ്റീവ്സ് കുറവല്ലേ അല്ലേ. ഡിഗ്രി ഉള്ള ആൾക്കാർക്കൊന്നും ഇതിനകത്ത് ഈ എക്സാമിന് അപ്പിയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്നൊരു ഗോൾഡൻ ചാൻസ് ആണ്. കിട്ടുന്ന സമയം നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യുക, നല്ലപോലെ ഇരുന്ന് പഠിക്കുക കേട്ടോ. നെഗറ്റീവായിട്ടുള്ള ചിന്തകളും കാര്യങ്ങളൊന്നും വേണ്ട. സിലബസ് അനുസരിച്ചിട്ട് തന്നെ പഠിക്കാൻ നോക്കുക. എനിക്ക് തോന്നുന്നു 10th ലെവലിൻ്റെ പ്രിലിംസിൻ്റെ സിലബസ് തന്നെ ആയിരിക്കണം ഇതിനകത്ത് വരാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ നോക്കി കറക്റ്റായിട്ട് ടോപ്പിക്കൊക്കെ സെലക്ട് ചെയ്തിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പം ഇനി വരാൻ പോകുന്ന 2023 നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വർഷം തന്നെ ആവട്ടെ. നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.